അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നേരെ നമ്മൾ ഈ വന്ന വാലിൽ നിൽക്കുകയാണ്. മാവേലി, നമുക്ക് വന്ന കാലിൽ ഇങ്ങനെ നിർത്തിയാ മതി? ഒരിക്കലും പാടില്ല. നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ലേ? ചോദിക്കണം, തീർച്ചയായിട്ടും ചോദിക്കണം. ഈ പിള്ളേർക്കൊക്കെ കുറെ കാര്യങ്ങൾ ചോദിക്കാറില്ലേ? ഉണ്ട്. അപ്പൊ അതെല്ലാം ചോദ്യങ്ങളൊക്കെ നേരിടാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും. ചോദ്യങ്ങൾ മാത്രമല്ല, നമ്മൾ നല്ല മത്സരങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ? റെഡിയല്ലേ ടീച്ചർ? റെഡിയല്ലേ? തീർച്ചയായിട്ടും. ടീച്ചറിന് ഒരു ടെൻഷൻ ഉണ്ടല്ലോ. ടീച്ചറോട് നിങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല? ഞങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശേഷം സ്ക്രീനിൽ. അപ്പോൾ നമ്മൾ ഈ പരിപാടിക്ക് എന്ത് പേരിടുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴേ ഡോക്ടർ ദിവ്യ സേർ വന്നു കഴിഞ്ഞാൽ കുറെ കോമഡി ഉണ്ടാവും. അങ്ങനെ ഒരു റോൾ കൂടി ഉണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാനും ഇത് ആദ്യമായിട്ട് പറയുക. എൻ്റെ ഭർത്താവ് പരാതി പറയുന്നത് എനിക്ക് ഹ്യൂമർ സെൻസ് വളരെ കുറവാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഇല്ലെന്ന് ഞാൻ പറയും. കേട്ടോളൂ. അതെ. ശബരി എന്നോട് ക്ഷമിക്കണം. അപ്പൊ ഈ തമാശ വരുന്നതേ അറിയാതെ വന്നു പോകുന്നതാണോ? കാരണം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആലോചിച്ച് പറയുന്നതായിരിക്കില്ല, പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചിരിക്കാനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. ചിരിയും തമാശയും രണ്ടാണ്. രണ്ടും എപ്പോഴും ഒന്നാവണമെന്നില്ല. അതെ, ചിരിപ്പിക്കുന്ന തമാശകൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലാഘവത്തോടു കൂടി ചില കാര്യങ്ങളെ, ചില സന്ദർഭങ്ങളെ ഒരു നർമ്മബോധത്തോടു കൂടി കാണുക എന്ന് പറയുന്നത് അതിനെ അഭിമുഖീകരിക്കുന്ന ഒരു ശൈലിയാണ്. അത്രേ ഉള്ളൂ. അത് മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറയുന്നതല്ല, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് തീരുമ്പോഴത്തേക്ക് ഒരു ചിരി അങ്ങ് വരുന്നുണ്ട്. ഇപ്പോഴും വന്നു. ആ ചിരി കൊച്ചുനാൾ മുതലേ ഉള്ളിലുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏത് അവസരമായാലും ഏത് സാഹചര്യമായാലും പലപ്പോഴും അവസരത്തിൽ അനവസരത്തിലൊക്കെ ആ ചിരി വരാറുണ്ടോ എന്നെനിക്ക് സംശയം തോന്നാറുണ്ട്. പക്ഷേ ജീവിതത്തിലെ എല്ലാ നിമിഷവും ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ റാപ്പിഡ് ഫയർ ആണ്, പിള്ളേരുടെ റാപ്പിഡ് ഫയർ വരുന്നുണ്ട്. അതിനു മുന്നേ ഞാൻ തുടങ്ങി വെക്കുകയാണ്. ഇപ്പൊ ചെറിയൊരു ടെൻഷനായോ? ഇല്ല, ശരിയാണ്. ടെൻഷനൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ടെൻഷൻ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ചിരിക്കുന്നത്, ആ ടെൻഷൻ ഇല്ലാണ്ടാക്കാനായിട്ട്. അപ്പോ ആദ്യത്തെ ചോദ്യം, ഓർത്തോർത്ത് ചിരിക്കുന്ന സ്വന്തം ജീവിതത്തിൽ പറ്റിയിട്ടുള്ള അമളി. സ്വന്തം ജീവിതത്തിൽ പറ്റിയിട്ടുള്ള കല്യാണം പറയരുത്. കുറച്ച് കട്ടി ചോദ്യമായി പോയി. സിമ്പിൾ ചോദ്യമല്ലേ? ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ അതിങ്ങനെ ഓർത്തോർത്തിരുന്ന് ചിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. മാവേലി വർഷത്തിലൊരിക്കലാ വരുന്നത്. മാവേലി തന്റെ പുറകെ ഇരിപ്പുണ്ട്. മാവേലി നേരത്തെ പറയായിരുന്നു മാവേലി പത്തനംതിട്ടയിൽ തപ്പിപ്പോയിന്ന്. പത്തനംതിട്ടയിൽ ഒരു 2 കൊല്ലം ഉണ്ടായിരുന്നു അല്ലേ മാവേലി? 3 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ പത്തനംതിട്ടയിൽ ആ 3 കൊല്ലം ഉണ്ടായിരുന്നപ്പോഴേക്കും കളക്ടർ എന്ന നിലയിൽ എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായോ? ചിരിയേ ഉള്ളായിരുന്നു 3 വർഷം. പത്തനംതിട്ട ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ കുറേ സുഖങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ഒക്കെ ഒരുമിച്ചുള്ള ഒരു യാത്രയായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ 2.5 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ മിന്നൽ പ്രളയം വന്നാലും, ശബരിമല തീർത്ഥാടനം വന്നാലും, ആറന്മുള വള്ളംകളി വന്നാലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മാരാമൺ കൺവെൻഷൻ വന്നാലും ഒക്കെ ഇങ്ങനെ ഒരുപാട് എപ്പോഴും അനുഭവങ്ങളും ഓർമ്മകളും ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ അതിലൂടെയൊക്കെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ഞങ്ങളൊരു യാത്ര പോയതാണ് ആ ഒരു 3 വർഷം. അത് കഴിഞ്ഞിട്ട് നേരെ തിരുവനന്തപുരത്തിന് വന്നപ്പോഴേക്കും തല നിറച്ചു. വീണ്ടും നമ്മൾ ബാക്ക് ടു സ്റ്റോറി. ഇല്ല, നിങ്ങൾക്ക് അതിന്റെ അറിയാൻ താല്പര്യമുണ്ടോ? അതെ, അറിയാൻ താല്പര്യമുണ്ട്. കാരണം പത്തനംതിട്ടയെ വെച്ച് ഒരു നരയില്ലായിരുന്നു. 2 വർഷം കൊണ്ട് താണ്ടെ തല നിറച്ച് നരയ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് സത്യമായിട്ട് സംശയമുണ്ട്. ഉണ്ട്. ശരിക്കും അത്രയും പ്രായമുണ്ടോ? എന്നോട് വൈറ്റ് ഡയോ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അപ്പോൾ വൈറ്റ് ഡയോ, സിൽവർ ഡയോ അത് വാങ്ങിച്ചിടുന്നതാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഭസ്മം, അമ്പലത്തിൽ നല്ല ഭസ്മം എടുത്തിട്ടാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല പല വ്യാഖ്യാനങ്ങളും സംശയങ്ങളും ഇതിനു വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. തോന്നിയിരുന്നോ? മീനി ടീച്ചറിന് തോന്നിയിരുന്നോ ഒരു ഡിഫറെന്റ് ലുക്ക് ആണല്ലോ എന്ന് തോന്നി? അതായത് നമ്മളൊക്കെ ലുക്കാക്കാൻ വേണ്ടി ആക്കിയതാണോ? അല്ല, അങ്ങനെ തോന്നിയില്ല. ഡോക്ടർ ദിവ്യ സയ്യറുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് 1990 ഒക്ടോബർ 24. 1990 എനിക്ക് കല്യാണം കഴിഞ്ഞില്ല. തല നരച്ചെന്ന് വെച്ച് ഇത്രയും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് 1990 എനിക്ക് 6 വയസ്സേ ആയിട്ടുള്ളൂ. പ്ലീസ്
പ്രായം വെളിപ്പെടുത്തി ഡോക്ടർ ദിവ്യ എസ് അയ്യർ 1990 6 കല്യാണം വയസ്സ്. കഴിഞ്ഞു IAS ഇത്രയൊക്കെ വരെ പോയി നമ്മള്. ഒരു 6 വയസ്സുകാരി IAS ആക്കി കളഞ്ഞല്ലോ എന്റെ ടീച്ചറെ. അപ്പൊ 1990 ഒക്ടോബർ 24 എനിക്ക് ആ തീയതി കിട്ടിയതുണ്ടല്ലോ ഒരു നെയിം സ്ലിപ്പിൽ നിന്നാ മൽഹാറാണ് തന്നത്. ആ. ഇപ്പൊ ഓർമ്മ വന്നോ? ഓർമ്മ വന്നു, ഓർമ്മ വന്നു. അപ്പൊ ആ കഥ ഒന്ന് പറയോ? എനിക്ക് ആദ്യമായിട്ട് LKG പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിങ്ങിന് 1ാം സമ്മാനം ലഭിച്ച അതിൻ്റെ സമ്മാനം കൈപ്പറ്റിയ ദിവസമായിരുന്നു അത്. അപ്പം അന്ന് സമ്മാനമായിട്ട് ഞങ്ങൾക്ക് തന്ന നല്ലൊരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകം ഞാൻ കുഞ്ഞിന് അവൻ 6 വയസ്സായപ്പോൾ അവനത് കൈമാറി. അത് കൈമാറിയത് മാത്രമല്ല വളരെ മനോഹരമായിട്ടുള്ളൊരു പിക്ചർ ബുക്കാണത്. അപ്പോൾ നല്ല ഭയങ്കര രസമായിട്ട് കാണാൻ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനമൊക്കെയുള്ള ചിത്രങ്ങളുള്ള 2 കൊച്ചുകുട്ടികൾ അതിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു ചെറുകഥയാണ്. അപ്പോൾ ഒരു ബോർഡ് ബുക്കാണത്. അപ്പോൾ അതിലുള്ള ഈ മരവും ഉദ്യാനവും ഒക്കെ അവനും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ മാതൃകയിലുള്ള ഒരു വാൾപേപ്പറാണ് അവൻ്റെ മുറിയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് 1990 ഒക്ടോബർ 24. അതെ.